ഹായ് ഹലോ വെൽക്കം ടു ലിറ്റിൽ ക്രിയേഷൻസ്. ഇന്ന് ചെയ്യാൻ പോണത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പം എടുക്കുക കേട്ടോ. ഞാനൊരു പ്ലേറ്റിൻ്റെ വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിൽ ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തുക. അതായത് ടേപ്പ് വെച്ചിട്ട് ഓരോ ഇഞ്ച് വെച്ചിട്ട് വേണ്ട അടയാളപ്പെടുത്താൻ. അത് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത ശേഷം അതിലോട്ട് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ്, താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് അളവിൽ ഇങ്ങനെ ഓരോ കട്ട് കൊടുക്കുക. ആ ഓരോ ഇഞ്ച് അളവിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ അവിടെ ഇങ്ങനെ ഓരോ കട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി നൂല് ആവശ്യമുണ്ട്. നൂല് ഇപ്പോൾ കോട്ടൻ്റെ നൂലാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് വോൾ നൂലൊക്കെ ഇല്ലേ, അതൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ടൈങ്കീസിൻ്റെ നല്ല ബലമുള്ള നൂലല്ലേ, അതാണ് കേട്ടോ എടുത്തേക്കണേ. ടൈങ്കീസിൻ്റെ നൂല് നല്ല കട്ടിയുള്ളത് എടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് എങ്ങനെ വേണിച്ചാലും ചെയ്യാം കേട്ടോ. അതായത് ഏത് തരം നൂല് വേണിച്ചാലും യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ബലമുള്ള നൂലായിരിക്കണം. ബലമില്ലെങ്കിൽ അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നൂലെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ടൈങ്കീസിൻ്റെ ബലമുള്ള നൂലാണല്ലോ എടുക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നറിയില്ല വീഡിയോയിൽ, എന്നാലും മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം കേട്ടോ. കണ്ടോ, ഈ ഒരു ബലമുള്ള കട്ടിയുള്ളൊരു ടൈങ്കീസിൻ്റെ നൂലാണ് എടുത്തിരിക്കണേ. എന്നിട്ട് അത് ആദ്യം ഒരു ഹോളിലൂടെ ഇടുക. അതായത് നമ്മൾ ഓരോ വെട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഫസ്റ്റത്തെ ഒരു വെട്ടിലൂടെ ഇടുക. ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പുറകിൽ നല്ല ലോങ്ങിലൊന്ന് വിട്ട് കൊടുക്കുക. അതായത് നീളത്തിൽ നൂല് വിട്ട് കൊടുക്കണം കേട്ടോ. പുറകിലത്തെ വശം ഞാൻ കാണിച്ചു തരാം. നല്ല നീളത്തിൽ ഇങ്ങനെ ഇത് കണ്ടോ, അതേപോലെ അങ്ങോട്ട് വിട്ട് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യാം കേട്ടോ. ടാപ്പ് ഞാനൊരു മാസ്കിങ് ടാപ്പ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് അഴിഞ്ഞ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് അടുത്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു വെട്ടില്ല, അതിലൂടെ ഒന്ന് ഇടുക. അപ്പോൾ ഞാൻ ഈ ചെയ്യണത് നിങ്ങൾക്ക് കാണണ്ടോയെന്നറിയില്ല, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുണ്ടോ, ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇടുക. ഇടയിൽ വരുന്ന സൗണ്ട് നിങ്ങൾ കാര്യമാക്കണം കേട്ടോ. അത് അവിടെ മീനിൻ്റെ വണ്ടി പോകുന്ന സൗണ്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇടാം. ഫസ്റ്റത്തെ ആ ഒരു നൂല് കോർത്തെടുത്ത ശേഷം രണ്ടാമത്തെ നൂല് ആദ്യത്തെ ഇങ്ങനെ റൗണ്ട് ചുറ്റി അപ്പുറത്തൂടെ ഇങ്ങനെ റൗണ്ടിലൂടെ എടുത്ത ശേഷം നേരെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ്, അതായത് അതിൻ്റെ സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് അല്ല, ക്രോസ് ആയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. ഇത് കണ്ടോ, ഫസ്റ്റത്തെ സ്ട്രൈറ്റ് ആണെങ്കിൽ രണ്ടാമത്തത് ക്രോസ്, പിന്നെ മൂന്നാമത്തത് ക്രോസ്, അങ്ങനെ ക്രോസ് ആയിട്ടാണ് വരേണ്ടത്. അല്ലാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് വരാൻ പാടില്ല. ക്രോസ് ആയിട്ട് ഇതേപോലെ കോർത്തെടുക്കുക. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കാണാൻ പറ്റുന്നുണ്ട് തോന്നണു. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇതേപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ക്രോസ് ആയിട്ട് വേണം കേട്ടോ കിട്ടാൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് ഇതിലൂടെ നമ്മൾ തുണി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പീസ്, അതായത് ഇപ്പോൾ സാരി ആയാലും ഏത് തുണി വേണിച്ചാലും എടുക്കുക. പക്ഷെ എടുക്കുമ്പോൾ നീളത്തിൽ എടുക്കണം കേട്ടോ. നീളത്തിലുള്ള തുണി എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു കള്ളിയുടെ ഇടയിലൂടെ ഇടുക. പക്ഷേ ഇങ്ങനെ നീളത്തിലൊരു തുണി വിട്ടിട്ട് വേണം കേട്ടോ അടുത്തത് കോർത്തെടുക്കാൻ. അത് കോർക്കരുത്, ഇങ്ങനെ നീളത്തിലൊന്ന് വിടണം. എന്നിട്ട് അടുത്തത് ഓരോ കള്ളി ഇടവിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ കള്ളി ഇടവിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. അത് ഫസ്റ്റ് അതെന്താ നൂല് ലോങ്ങിൽ വിട്ടെന്ന് വെച്ചാൽ അത് പിടിച്ചിട്ട് വേണം നമുക്ക് ടൈറ്റ് ആക്കാൻ. അപ്പോൾ ആ ക്ലോത്ത് തീരുമ്പോൾ അടുത്തത് നമ്മൾ നീളത്തിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൂചി നൂല് യൂസ് ചെയ്ത് തുന്നിക്കൊടുക്കുക ചെയ്യണം കേട്ടോ. കണ്ടോ, അടുത്തത് ഞാൻ വേറൊരു കളറാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഒന്ന് സൂചി നൂലും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അത് തുന്നി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ വേണം ഫുള്ളായിട്ട് ചെയ്യാൻ. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് നീളത്തിലുള്ള തുണി നമ്മുടെ കയ്യിൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ പീസായാലും നീളത്തിലുള്ളത് ഇങ്ങനെ ഇതേപോലെ സെക്യൂർ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഓരോ ലൈന് കള്ളി ഇടവിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി എടുക്കുക. എടുക്കുമ്പോൾ
എടുത്ത ശേഷം നമ്മൾ പകുതിക്ക് എടുത്ത ശേഷം അത് നടുക്കത്തെ ആ ഒരു തുണി വിട്ടിട്ടില്ലേ നമ്മൾ, അത് പിടിച്ചൊന്ന് വലിച്ച് പറഞ്ഞ് ടൈറ്റ് ആവും കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇതേപോലെ ഈ നൂലിലൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ആ നൂലിങ്ങനെ ക്രോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല ടൈറ്റിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാലാണ് ഇതിലൂടെ തുണി കടത്തി വിടുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ആ നൂല് എപ്പോഴും നല്ല ടൈറ്റിൽ വേണം കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എന്നിട്ട് ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഇത് നമുക്ക് ഇത് ഓരോന്ന് അടർത്തിയെടുക്കാം. അതായത് ഈ നമ്മൾ നൂലിങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ, അതിങ്ങനെ അടർത്തിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ടൈറ്റായി നിൽക്കണം. അതുകൊണ്ടാണ് എൻ്റെ ഇതിങ്ങനെ നല്ല ടൈറ്റിൽ നിൽക്കണതും തുണിയൊക്കെ അതിൽ കോർത്തെടുക്കുമ്പോൾ കറക്റ്റായി നല്ല ഫിനിഷിൽ വന്നതും കേട്ടോ. അതെല്ലാം അടർത്തി മാറ്റിയ ശേഷം നമ്മൾ അതിലൂടെ ആ വെട്ടിലൂടെ അല്ലേ നൂല് പുറത്തെടുക്കണം. ഓക്കെ, നൂല് പുറത്തെടുക്കുമ്പോൾ ഇത് ടൈങ്കീസിൻ്റെ നൂലായതുകൊണ്ട് കുറച്ച് കഷ്ടം കേട്ടോ എടുക്കാൻ. അതായത് നല്ല ടൈറ്റിലാണല്ലോ നമ്മൾ ചുറ്റിയിരിക്കുന്നത്, അപ്പോൾ എടുക്കാൻ നല്ല കഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ അതൊന്ന് ഓരോന്നായി അടർത്തിയെടുക്കുക. ഞാനിപ്പോൾ എടുക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ സാധാ കോട്ടൻ്റെ നൂലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ ടൈങ്കീസ് ആയതുകൊണ്ട് കുറച്ച് കഷ്ടമാണ് അതിങ്ങനെ അടർത്തിയെടുക്കുന്നത്. പറഞ്ഞത് കുറച്ച് ടാസ്ക് പിടിച്ച കാര്യമാണ്, എന്നാലും കിട്ടും കേട്ടോ. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് കിട്ടും. ഇത് കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് അടർത്തിയെടുക്കുക. എടുത്ത ശേഷം ഇതുപോലെ അടർത്തിയെടുത്ത ശേഷം നമ്മൾ അതിൻ്റെ നടുക്കൊരു വെട്ട് കൊടുത്തിട്ട് അന്ന് 2-3 പ്രാവശ്യം ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഒരുപാട് ടൈറ്റ് ആക്കരുത്. നല്ല ടൈറ്റ് ആക്കിയാൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് ലൂസ് വേണം കേട്ടോ. അങ്ങനെ ചെയ്ത ശേഷം ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ കാർഡ്ബോർഡ് അതിൽ നിന്ന് വേറായിട്ട് വരും. എന്നിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് ആ നൂലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുക്കുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ കിട്ടുക ഫൈനൽ. അപ്പോൾ ഇതൊരു ടേബിൾ മാറ്റാണ് കേട്ടോ. അതേപോലെ വലിപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോർ മാറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ പാത്രത്തിലാക്കി ഇതേപോലെ ഒരു മാറ്റ് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ടേബിളൊന്നും കേടുവരില്ല. അതേപോലെ തന്നെ ഒരു വരുമാന മാർഗ്ഗം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇതേപോലെ സാധനങ്ങൾ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും.